ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീ പോർട്ട് ജോബ് അപ്ഡേറ്റ് 2024 ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ 11/9/2024 എത്തിച്ചേർന്നിരിക്കുന്ന സേബ് 7 എന്നുള്ള കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ രാവിലെ 11:25 സേബ് 7 എന്ന മദർ ഷിപ്പ് അടുക്കുകയുണ്ടായി. 299.97 മീറ്റർ നീളവും 40.3 മീറ്റർ വീതിയുമുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലായ സേബ് 7 ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സേബ് 7 ഇവിടെ വരുന്നതിന് മുമ്പായി കെയ്ല എന്ന കപ്പൽ ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും തിരിച്ചതിന് ശേഷമാണ് സേബ് 7 ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സേബ് 7 ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ അടുക്കി വച്ചിരിക്കുന്ന 1000-ഓളം കണ്ടെയ്നറുകൾ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് സേബ് 7 ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സേബ് 7 ഇവിടെ വരുമ്പോൾ തന്നെ അതിന് പകുതി ഭാഗം മാത്രമേ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുള്ളൂ. അത് വന്നതിനൊരു പോർട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയോടുകൂടിയാണ് കയറിയത്. കാരണം മറ്റുള്ള 7 ഷിപ്പുകളും അത് ഒരു ഡയറക്ഷനിൽ കൂടിയാണ് പോർട്ടിൽ കയറിയതെങ്കിലും ഈ സേബ് 7 കയറിയത് അതിനേക്കാളും വിപരീതമായ ദിശയിൽ കൂടി, ആൻറ്റി ഡയറക്ഷൻ ദിശയിൽ കൂടിയാണ് ഈ പോർട്ടിൽ കയറിയത്. ആ കയറിയത് കാരണം അത് ഈ പോർട്ടിനോട് തീരെ അടുത്ത് വരാനായിട്ട് അതിന് കഴിഞ്ഞു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഒരു പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ മറ്റുള്ള 7 കപ്പലും വരുമ്പോൾ പോർട്ടിനേക്കാളും ഒരു നിശ്ചിത ദൂരം കൂടുതലായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഈ ഷിപ്പ് ഏകദേശം അടുത്ത് ആൻറ്റി ഡയറക്ഷനിലോട്ട് തിരിഞ്ഞ് വന്നത് കാരണം പോർട്ടിനോട് ഏകദേശം ഒരു ശകലം കൂടെ കൂടുതൽ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതിപ്പോൾ 8ാമത്തെ ഷിപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പായി വന്നു ചേർന്നിരിക്കുന്ന ഷിപ്പുകളുടെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സൺ ഫെർണാണ്ടോ, 2 മാരിൻ അസൂർ, 3 നാവിയോസ് ടെമ്പോ, 4 MSC ഡെയ്ല, 5 MSC ADU5, 6 MSC ഓറിയോൺ, 7ാമതായി എത്തിയത് MSC കെയ്ല, 8ാമതായി എത്തിയത് MSC സേബ് 7. അടുത്തതായി വരാൻ പോകുന്നത് MSC ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പലാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ക്ലോഡ് ജെറാൾഡറ്റ് എന്ന 24,116 കണ്ടെയ്നറുകൾ കയറ്റാൻ പറ്റുന്ന ഷിപ്പാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ വരാൻ പോകുന്നത്. അതിൻ്റെ നീളമാകട്ടെ 399 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുള്ള ഷിപ്പാണ് ഇനി അടുത്തതായി ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ അടുക്കി വച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ അടുക്കി വച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ 4 കണ്ടെയ്നറുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 4 കണ്ടെയ്നറുകൾ വെച്ചാണ് അടുക്കി വച്ചിരിക്കുന്നത്. കാരണം മറ്റുള്ള പോർട്ടുകളിലും അതേപോലെ തന്നെ 4 കണ്ടെയ്നറുകൾ വെച്ച് തന്നെയാണ് അടുക്കി വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്ഥലമില്ലാത്തത് കാരണം അതിൻ്റെ മുകളിൽ ഒരു കണ്ടെയ്നർ കൂടെ വെച്ച് ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റുന്ന തരത്തിൽ പോർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 കണ്ടെയ്നറുകൾ വെച്ചാണ് ഇവിടെ പോർട്ടിൽ അടുക്കി വച്ചിരിക്കുന്നത്. കാരണം കണ്ടെയ്നറുകൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ഉള്ളത്. അതേപോലെ തന്നെ സൺ ഫെർണാണ്ടോ ആദ്യം പോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ട്. ഈ 2 മാസം കൊണ്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ 8 ഷിപ്പുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുതന്നെ വളരെ നമ്മുടെ ഈ ട്രയൽ റൺ നടക്കുന്ന ഈ സമയത്താണ് ഇത്രയും 8 ഷിപ്പുകൾ എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത്തരത്തിലാണെങ്കിൽ ഇനി അടുത്തുള്ള പോർട്ട് കമ്മീഷൻ ചെയ്യുമ്പോൾ എത്ര ഷിപ്പുകളായിരിക്കും ഇവിടെ ഇനി എത്തിച്ചേരാൻ പോകുന്നത്? അത് ഇനി മറ്റുള്ള ആ പോർട്ടിലെ മറ്റ് സ്ഥലങ്ങളിൽ കൂടെ പോർട്ടിൻ്റെ തുടർന്നുള്ള പണികൾ ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് 5 ഷിപ്പുകൾ ഒരേ സമയത്ത് വന്നു നിൽക്കാൻ പറ്റുന്ന തരത്തിലാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിനെ തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ഷിപ്പ് വരുമ്പോൾ ഞാൻ ഏറ്റവും വലിയ ഷിപ്പാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ആ ഷിപ്പിൻ്റെ
വന്നു ചേരുന്ന ആ സമയം മുതലുള്ള ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായിരുന്നാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.